ഹലോ ഗൈസ്, അപ്പം എൻ്റെ ഒരിക്കലൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഇപ്പോൾ ഇതാവല്ല അമേരിക്കയ്ക്ക് പോകുന്നുണ്ടാവുന്നില്ലേ? ഇല്ലടോ, ഞാൻ എൻ്റെ നാട്ടിൽ പോവാട്ടോ. കുറേ ദിവസം എൻ്റെ നാട്ടിൽ പോയിട്ട് അപ്പം ഞാൻ ചെറിയൊരു പരിപാടി ഉണ്ട്, അതിന് പോകാനുള്ള ഒരുക്കാൻ നിങ്ങൾ ഈ കാണട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്നുണ്ട് ഒരുങ്ങി അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. കാക്ക കുളിച്ചാൽ കൊക്കാവോ? ഇല്ല. അപ്പം ഞാൻ എത്രയൊക്കെ ഒരുങ്ങണുള്ളൂ കേട്ടോ, ചെറിയ തോതിലൊന്നും ഒരുങ്ങണുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചാണകം മെയ്യാന്നില്ലേ? അപ്പോൾ എനിക്കിതിട്ട് ശീലമല്ലട്ടോ. അപ്പോൾ ഇത് ചാണകം മെയ്യണ മാതിരി ആവാട്ടോ. അപ്പം നമ്മളിതാ ഒരുങ്ങി കെട്ടി പോവാട്ടോ. അപ്പം ഞങ്ങൾ ഒരുങ്ങി ഇതാ കിളിക്കുട്ടി വന്നിട്ട് കിളിക്കുട്ടിക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് കാക്കൂൻ്റെ കടയ്ക്ക് അവിടുന്ന് വണ്ടി മാറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോണത് എൻ്റെ നാട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വണ്ടി ഇതാ നീളം വണ്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ട് നീണ്ട വണ്ടി ആയതാട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പൊറുക്കി കെട്ടിയ പോന്നിട്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഞാൻ അതിലും വലിയ ഹാപ്പിയാണ്, എൻ്റെ കുളിക്കുട്ടി അതിലും ഹാപ്പി ആട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോവാണ്. നല്ല രസമല്ലേ നമുക്കിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ. ഇവൻ്റെ കൂടെ പോകുമ്പോൾ ഭയങ്കര സ്പീഡാവും കേട്ടോ. ഞാൻ കിളിയുമ്പോൾ ചെല്ലിയാൽ പോകല് കേട്ടോ. അപ്പം നല്ല സ്പീഡിലാണ് ഞങ്ങൾ പോണത് കേട്ടോ. അങ്ങനെ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ തോടും പോയൊക്കെ കിടന്ന് പോകണം കേട്ടോ. അതാണ് എൻ്റെ നാടിൻ്റെ അവസ്ഥ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തോടും പോയൊക്കെ കടന്നിങ്ങനെ എൻ്റെ നാടെത്തി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കാടാണല്ലോ എന്നില്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സായിപ്പും മദാമിയും കിടന്നുറങ്ങുന്നത് കേട്ടോ. ഇത് ഞാനൊരു നമ്മുടെ ചാനലിൽ ഇട്ടതാണ്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി. അവസാനത്തെ എൻ്റെ നാടിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ദിവസമായി എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട്. അപ്പം എൻ്റെതാണ് എൻ്റെ നാട് കേട്ടോ. ഈ നാട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്നെ ഒരാളും അറിയില്ല, ഞാൻ ഇവിടെ ആരും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 14 വയസ്സിൽ അവിടുന്ന് തന്നെ ആട്ടി പറഞ്ഞയച്ചത് കേട്ടോ. നമ്മൾ അവിടുന്ന് പറഞ്ഞയച്ച് 14 വയസ്സിൽ പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആരും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ നടക്കണ വീട്ടിലെത്തി. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകും. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്